പ്രിയപ്പെട്ടവരെ, വളരെ സന്തോഷമുള്ള ദിവസങ്ങളിലൂടെ കടന്നു പോവുകയാണ്. കർഷകരുടെ ഉന്നമനത്തിന് വേണ്ടി 25 വർഷങ്ങൾക്ക് മുൻപ് KCBC കേരള കത്തോലിക്ക മെത്രാൻ സമിതി ആരംഭിച്ച ഇൻഫാം എന്ന സംഘടനയുടെ രജത ജൂബിലിയാണ്. അതിൻ്റെ ആഘോഷങ്ങൾക്ക് പ്രത്യേകമായിട്ടുള്ള തിരി തെളിഞ്ഞിരിക്കുകയാണ്. 25 വർഷങ്ങൾക്ക് മുൻപ് കേരളത്തിലെ പ്രത്യേകമായ സാഹചര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഇൻഫാം എന്നൊരു സംഘടന കർഷകരുടെ നന്മയ്ക്ക് വേണ്ടി, അവർ നേരിടുന്ന പ്രതിസന്ധികൾ നേരിടുന്നതിന് വേണ്ടി ആരംഭിച്ച സംഘടനയാണ്. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും കൃതജ്ഞതയോടുകൂടി ഓർക്കുന്ന അവസരം കൂടിയാണ്. കാഞ്ഞിരപ്പള്ളി രൂപതാംഗമായ ബഹുമാനപ്പെട്ട വടക്കേമുറി അച്ഛനും താമരശ്ശേരി രൂപത അംഗമായിരുന്ന ബഹുമാനപ്പെട്ട ആൻ്റണി കൊഴുവനാൽ അച്ഛൻ, ധാരാളം വൈദികർ, അൽമായർ, എല്ലാവരുടെയും കൂടെ നേതൃത്വത്തിലാണ് ഈ സംഘടനയുടെ ആരംഭം. ഇങ്ങനെയൊരു സംഘടനയുടെ ആവശ്യത്തെക്കുറിച്ച് കേരള കത്തോലിക്ക മെത്രാൻ സമിതിയിൽ അവതരിപ്പിച്ചപ്പോൾ വളരെ സന്തോഷത്തോടെ ഏറ്റെടുക്കുകയും അതിന് ആരംഭം കുറിക്കുകയും ചെയ്തു. ആവേശകരമായ ഒരു മുന്നേറ്റം അതിന് സാധിച്ചു എന്നുള്ളത് നിസ്സംശയം പറയാൻ സാധിക്കും. ഒരുപക്ഷെ അതിൻ്റെ യാത്രയിൽ നിരവധി പ്രതിസന്ധികളുണ്ടായിട്ടുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ടായിട്ടുണ്ട്. എങ്കിലും കാർഷിക മേഖലയിൽ പൂർണ്ണമായിട്ട് സമർപ്പിച്ചിട്ടുള്ള നമ്മുടെ സഹോദരങ്ങളെ ജാതി മത ഭേദമന്യേ, ഇതിൽ ഒരു ജാതിയുമില്ല, മതവുമില്ല, എല്ലാവരും കൂടെ ഉൾച്ചേരുന്നതാണ്. എല്ലാവർക്കും വേണ്ടി ഉള്ള ഒരു സംഘടനയാണ്. ഈ സംഘടനയുടെ പ്രധാന ലക്ഷ്യം കർഷകരെ സഹായിക്കുക. 25 വർഷങ്ങൾക്ക് മുൻപ് കാർഷിക മേഖലയിലായിരുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങൾ നിരവധി പ്രതിസന്ധികൾ ഇന്നത്തെ പോലെ നേരിട്ടിരുന്നു. മലബാറിലേക്കുള്ള കുടിയേറ്റം, ഇടുക്കിയിലേക്കുള്ള കുടിയേറ്റം, മറ്റു പ്രദേശങ്ങളിലേക്കുള്ള കുടിയേറ്റം, അതെല്ലാം തന്നെ പ്രതിസന്ധികൾ നേരിട്ടുകൊണ്ടായിരുന്നു. വന്യമൃഗങ്ങളുടെ ആക്രമണം, മലമ്പനി പോലെയുള്ള പ്രതിസന്ധികൾ, കാർഷിക മേഖലയിലുള്ള കാലാവസ്ഥയുടെ വ്യതിയാനം. പക്ഷേ അതിനെല്ലാം ധീരതയോടെ നേരിടാൻ കാർഷിക മേഖലയിലുള്ളവർക്ക് സാധിച്ചിരുന്നു. ഇന്ന് ഈ 25 വർഷങ്ങൾ പിന്നിടുമ്പോൾ ഇപ്പോൾ കാർഷിക മേഖല ഒരു പരിധിവരെ തളർന്നിരിക്കുകയാണോ എന്ന് നമ്മൾ സംശയിക്കുകയാണ്. കാരണം പുതിയ സർക്കാരിൻ്റെ നിയമങ്ങൾ ഒട്ടും തന്നെ കർഷകർക്ക് അനുകൂലമല്ല എന്നുള്ളത് തന്നെയാണ് നമ്മെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്നത്. മറ്റ് സംസ്ഥാനങ്ങളിൽ കർഷകർക്ക് അനുകൂലമായ നിയമങ്ങൾ ഉണ്ടാകുമ്പോൾ അത് പ്രായോഗികമാണെന്ന് നമുക്കറിയാം. കർഷകരില്ലാതെ നമുക്കെങ്ങനെ ഭക്ഷണം കഴിക്കാൻ സാധിക്കും? കൃഷി ചെയ്യണ്ടേ? പക്ഷേ മറ്റ് സംസ്ഥാനങ്ങൾ വളരെയധികം അനുകൂലമായ സമീപനമാണ് കർഷകരോടുള്ളത്. എന്നാൽ കേരളത്തിൽ കാർഷിക മേഖലയിൽ എത്രമാത്രം പിന്തുണയുണ്ട് എന്ന് കടലാസിൽ ഒതുങ്ങുന്നു. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ കേരളത്തിൽ 60% കാർഷിക മേഖല കൃഷിയോഗ്യമായ സ്ഥലമുണ്ടായിരുന്നു. ഇന്നത് വെറും താഴേക്ക് പോന്നിട്ട് 40% താഴെ ആയെങ്കിൽ ആരാണ് അതിന് ഉത്തരവാദി? അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ഹരിത വിപ്ലവം വീണ്ടും ആരംഭിക്കേണ്ടതുണ്ട്. കാർഷിക മേഖലയിലായിരിക്കുന്ന നമ്മുടെ ഈ ഇൻഫാമിൻ്റെ പ്രവർത്തനങ്ങളെ ശക്തിപ്പെടുത്താൻ നമുക്ക് ഒരുമിച്ച് പരിശ്രമിക്കാം. അതിനുള്ള ഒരു പ്രാരംഭമാണ് ഈ രജത ജൂബിലി ആഘോഷങ്ങൾ. അതിന് പുതിയൊരു തുടക്കമാണ്. പ്രത്യേകിച്ച് നമുക്ക് ഈ കാർഷിക മേഖലയിലുള്ള പ്രവർത്തനങ്ങൾ ഒരുമിച്ച് നിന്ന് ചെയ്യുമ്പോൾ നമുക്ക് വലിയ വിജയം നേടാൻ സാധിക്കും. ഫെബ്രുവരി 1 വരെ നീളുന്ന പ്രവർത്തനങ്ങളാണ് നാം ക്രമീകരിച്ചിട്ടുള്ളത്. ഈ സംഘടനയുടെ ആദ്യത്തെ പ്രസിഡൻ്റായിരുന്ന ബഹുമാനപ്പെട്ട വടക്കേമുറി അച്ഛൻ്റെ കബറിടത്തിൽ നിന്നും ജനറൽ സെക്രട്ടറി ആയിരുന്ന ആൻ്റണി അച്ഛൻ്റെ കബറിടത്തിൽ നിന്നും ദീപശിഖ തെളിച്ചുകൊണ്ട് വടക്ക് നിന്നും തെക്ക് നിന്നും എല്ലാ ജില്ലകളിലൂടെയുള്ള ഒരു യാത്രയാണ് ആരംഭിച്ചിരിക്കുന്നത്. ഫെബ്രുവരി 1-ാം തീയതി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായ ശ്രീ പിണറായി വിജയൻ്റെ സാന്നിധ്യത്തിൽ അദ്ദേഹത്തിൻ്റെ ഉദ്ഘാടനം ചെയ്തതോടുകൂടി സമാപന സമ്മേളനവും പൂർത്തിയാകും. ഈ ഒരു സമയത്ത് 2 മാസത്തിനുള്ളിൽ
നിരവധി പ്രോഗ്രാമുകൾ ക്രമീകരിച്ചിട്ടുണ്ട്. കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാവരെയും ഈ 25 വർഷം സഹകരിച്ച എല്ലാവരെയും ആദരിക്കുന്നു. പ്രോത്സാഹനങ്ങൾ നിരവധി മേഖലകളിൽ. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഒരുമിച്ച് നിൽക്കാം, ഒരുമിച്ച് പ്രവർത്തിക്കാം. ഒറ്റയ്ക്ക് നിൽക്കുന്നവൻ പെട്ടെന്ന് കീഴ്പ്പെട്ടു പോകും. എന്നാൽ മുപ്പിരിച്ചരട് പൊട്ടിക്കാൻ ഇല്ലല്ലോ. നമുക്ക് ഒരുമിച്ച് നിൽക്കേണ്ട സമയമാണ്. ഒരുമിച്ച് നിന്ന് കാർഷിക മേഖലയെ ശക്തിപ്പെടുത്തുകയും അത് ദൈവം നമുക്ക് നൽകിയ വലിയ പ്രേക്ഷിത പ്രവർത്തനമാണെന്ന് കരുതി നമുക്ക് വിജയിപ്പിക്കുകയും ചെയ്യാം. നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ ഇൻഫാമിൻ്റെ ഈ രജത ജൂബിലി ആഘോഷങ്ങളുടെ വിജയത്തിനായിട്ട് ഉണ്ടാകണമെന്ന് ഞാൻ പ്രത്യേകം അഭ്യർത്ഥിക്കുന്നതിനോടൊപ്പം സാധിക്കുന്ന എല്ലാവരും ഇൻഫാമിൽ പങ്കുചേരാം. ഇൻഫാമിനെ വിജയിപ്പിക്കാം. നമ്മുടെ സംഘടനയാണ്, കർഷകർക്ക് വേണ്ടിയുള്ള സംഘടനയാണ്. ഒരുമിച്ച് നിന്നാൽ വിജയം സുനിശ്ചിതം. ഇൻഫാമിൻ്റെ രജത ജൂബിലിയോടനുബന്ധിച്ച് വിളംബര ജാഥയും ദീപശിഖ പ്രയാണവും ഇന്ന് ആരംഭിക്കുകയാണ്. പൂരാച്ചുണ്ടിൻ്റെ മണ്ണിൽ ഇതിൻ്റെ ആദ്യകാല സ്ഥാപക നേതാക്കളിൽ ഒരാളായ ബഹുമാനപ്പെട്ട മോൺസിഞ്ഞോർ ആൻ്റണി കൊഴുവനാലച്ചൻ്റെ കബറിടത്തിങ്കിൽ നിന്നുകൊണ്ട് ദീപം തെളിച്ചുകൊണ്ട് ആരംഭിക്കുന്നതായ ദീപശിഖ പ്രയാണം ഈ കടന്നു പോകുന്ന വഴികളിലെല്ലാം കർഷക ജനതയ്ക്ക് ഈ പ്രസ്ഥാനം ഒരു പ്രകാശമായി മാറട്ടെ എന്നാണ് ഇൻഫാമിൻ്റെ ആഗ്രഹവും പ്രാർത്ഥനയും. നമുക്കറിയാം, ഇന്ന് നട്ടെല്ല് നിവർത്തി ജീവിക്കാൻ കഴിയാത്ത ഒരവസ്ഥ കർഷക ജനതയ്ക്കുണ്ട്. അത് ഭരണാധികാരികൾക്കും അറിവുള്ളതാണ്. പക്ഷേ അവരുടെ രക്ഷയ്ക്ക് വേണ്ടി പലപ്പോഴും ചെറുവിരൽ പോലും ഒന്ന് അനക്കാനായിട്ട് സാധിക്കാത്ത വണ്ണം പലപ്പോഴും അവർ കർഷകരെ മറന്നു കളയുന്ന അവസ്ഥ ഉണ്ട് എന്ന് നമുക്കറിയാം. വന്യമൃഗ ശല്യം ഇന്ന് ഇല്ലാത്ത ഇടങ്ങൾ എവിടെയാണുള്ളത്? അത് കാർഷിക മേഖലയിൽ മാത്രമല്ല, ടൗണുകളിൽ പോലും വന്യമൃഗങ്ങളുടെ ശല്യം വളരെ വലുതാണ്. അധ്വാനിക്കുന്ന ജനതയ്ക്ക് അവർ അധ്വാനത്തിൻ്റെ ഫലം അനുഭവിക്കാനുള്ള വലിയ അവകാശമുണ്ട്. പക്ഷേ കൃഷി ചെയ്ത് ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് വേണ്ടത്ര വില ലഭിക്കാതെയും അധ്വാനത്തിൻ്റെ ഫലം ലഭിക്കാതെയും കർഷകർ ഇന്നും വിഷമിക്കുന്ന ഒരവസ്ഥയുണ്ട്. ഇൻഫാമിൻ്റെ പ്രസക്തി ഇവിടെയാണ്. 25 വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന പല കാര്യങ്ങളും ഇന്നും ഇവിടെ ഉണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അതിനെതിരെ ഇൻഫാമിൻ്റെ പ്രവർത്തനങ്ങൾ ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ ദീപശിഖ പ്രയാണവും വിളംബരജാഥയും സഹായകമാകുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഇൻഫാമിന് ഇവിടുത്തെ കർഷകരോട് പറയാനുള്ള ഇതാണ്: നിങ്ങൾ ഒറ്റയ്ക്കല്ല, ഞങ്ങൾ കൂടെയുണ്ട്. എങ്ങനെ കൂടെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇൻഫാമിൻ്റെ പ്രവർത്തനങ്ങളിലൂടെ തല ഉയർത്തി നിൽക്കാൻ പറ്റുന്ന രീതിയിൽ ഇവിടുത്തെ കർഷക ജനതയെ മാറ്റിയെടുക്കാനായിട്ടുള്ള വലിയ ഒരു ഇച്ഛാശക്തി, വലിയൊരു തീരുമാനം ഇൻഫാം എടുത്തിരിക്കുകയാണ്. ഇൻഫാമിനെ സംബന്ധിച്ചിടത്തോളം വളരെ ശക്തമായ ഒരു മുന്നേറ്റത്തിൻ്റെ ആവശ്യമുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. കാർഷിക മേഖല വളരെ പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുക. വന്യമൃഗശല്യങ്ങളും മറ്റ് ദേശീയ ദുരന്തങ്ങളും ഒക്കെ, കടക്കെണികളുമൊക്കെ കർഷകരെ ഇവിടെ ബാധിച്ചുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും ഇൻഫാമിൻ്റെ ഒരു പുത്തൻ ഉണർത്തെഴുന്നേൽപ്പായി ഈ ജൂബിലി വർഷത്തെ ഈ പരിപാടികളെ ഞങ്ങൾ കാണുകയാണ്. തീർച്ചയായും ഇതിനു മുമ്പ് ഇൻഫാമിൻ്റെ നേതൃത്വം നടത്തിയിട്ടുള്ള വളരെ വിപ്ലവകരമായ പല ഇടപെടലുകളെയും ഇവിടെ അനുസ്മരിക്കുകയാണ്. ഒന്നാമതായി, ഇവിടെ ഗാണ്ടിൽ കമ്മീഷൻ റിപ്പോർട്ട് കടന്നു വന്ന അവസരത്തിൽ അതിൻ്റെ ദുരന്തങ്ങൾ ജനങ്ങളിലും സമൂഹത്തിലും എത്തിക്കുകയും അതിനെതിരെ ശക്തമായി പോരാടുകയും ചെയ്ത് ഇൻഫാമായിരുന്നു. തീർച്ചയായും രമജി സുബിതാവിൻ്റെ നേതൃത്വത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി നടത്തിയ ഒരു വലിയ ഇടപെടലിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് കാണുന്ന ഈ കസ്തൂരിരംഗൻ വിഷയം കർഷകർക്ക് കുറേയെങ്കിലും ആശ്വാസകരമായി തീർന്നത് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട ഇൻഫാമിൻ്റെ സ്ഥാപക ചെയർമാനായിരുന്ന വടക്കേമുറി അച്ഛൻ്റെ നേതൃത്വത്തിൽ നടത്തിയ വലിയ ഒരു പോരാട്ടമായിരുന്നു റബ്ബറിന് വില സ്ഥാപിച്ചെടുക്കുക എന്നുള്ളത്. വടക്കേമുറി അച്ഛൻ്റെ നേതൃത്വത്തിൽ അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന വാജ്പേയിയുമായി ഇടപെടൽ നടത്തുകയും രാജ്യത്തെ റബ്ബർ ഇറക്കുമതി രാജ്യത്തെ 2 തുറമുഖങ്ങളിലായി ചുരുക്കുകയും അങ്ങനെ റബ്ബറിൻ്റെ ഇറക്കുമതി നിയന്ത്രിച്ചുകൊണ്ട്
റബ്ബറിൻ്റെ വില ഇവിടെ കുതിച്ചുയരുകയും ചെയ്തത് എല്ലാവർക്കും ഓർമ്മയുള്ളതാണ്. ഇവിടെ വന്യമൃഗശല്യം മൂലം ഏറ്റവും ദുരിതം അനുഭവിക്കുന്ന സാഹചര്യത്തിലാണ് ബഹുമാനപ്പെട്ട ഇൻഫാമിൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറി ഫാദർ ജോസഫ് കാവനാടി അച്ഛൻ്റെ നേതൃത്വത്തിൽ കേരളത്തിലെ അന്നത്തെ വനം വകുപ്പ് മന്ത്രിയായിരുന്ന ഗണേഷ് കുമാർ മന്ത്രിക്കും മുഖ്യമന്ത്രിക്കും ഒക്കെ ഇൻഫാമിൻ്റെ പേരിൽ നിവേദനം കൊടുക്കുകയും അവർ തൊട്ടടുത്ത മന്ത്രിസഭാ യോഗത്തിൽ ആദ്യമായി കാട്ടുപന്നിയെ വെടിവെച്ചു കൊല്ലാമെന്നുള്ള തീരുമാനമെടുക്കുകയും ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ വളരെ നിസ്തലമായ വളരെ ശക്തമായിട്ടുള്ള പല തീരുമാനങ്ങളും ഇൻഫാമിൻ്റെ ഇടപെടൽ കൊണ്ട് നേടിയെടുക്കുവാൻ സാധിച്ചു എന്ന കാര്യത്തിൽ സംശയമില്ല. ഇന്ന് കർഷകരെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ മാറ്റത്തിൻ്റെ കാലഘട്ടത്തിലാണ്. പരമ്പരാഗത കൃഷിരീതിയിൽ നിന്ന് മാറി ആധുനിക കൃഷിരീതിയിലേക്ക് പുതിയ തലമുറയെ വളർത്തിയെടുക്കുവാനുള്ള വലിയ ഒരു മുന്നേറ്റമാണ് ഇപ്പം ഇൻഫാം ലക്ഷ്യം വെക്കുക. ശക്തമായ ഒരു കാർഷിക തിരിച്ചുവരവും കർഷകരുടെ ഉന്നമനം ലക്ഷ്യമാക്കിയിട്ടുള്ള പ്രവർത്തനങ്ങളുമാണ് ഇതിലൂടെ ഇൻഫാം സാധ്യമാക്കാൻ ആഗ്രഹിക്കുന്നത്. ഈ വരുന്ന ദിവസങ്ങളെല്ലാം ഇൻഫാമിൻ്റെ ജൂബിലി ആഘോഷ പരിപാടികളുമായി ബന്ധപ്പെട്ട വിവിധ പരിപാടികൾ കേരളം മൊത്തം ആകമാനം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്.